സഹോദരി ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നതാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നിട്ട് ഡോക്ടർക്ക് നിർബന്ധിതമായി ശരീരത്തിലെ കുറച്ചു ഭാഗം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ഡോക്ടറും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു നല്ല ദീനിയാരുടെ ഡോക്ടറെടുത്ത് പോവാം, ഇങ്ങനത്തെ ഒരു ആവശ്യത്തിനാവണതെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ സെലക്ട് ചെയ്തത്. മനസ്സിലായി? ആ കണ്ട കാഴ്ച അയാളെ മനസ്സിനെ സ്വാധീനിച്ചു. അയാൾ എന്തറിയോ, പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ നമ്പർ കൂടെ വാങ്ങിച്ച്, ഒരു ഡോക്ടർ നമ്പർ വാങ്ങൽ നമ്മളെത്തുന്നില്ല, പക്ഷെ ആ നമ്പർ വാങ്ങിയിട്ട് നിക്കാബ് മാത്രം ഇട്ടുകൊണ്ട് അത്ര സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആ സഹോദരിക്ക് അയാൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ആ മെസ്സേജുകളോട് അവര് തീർത്തും നോ പറഞ്ഞു. പക്ഷെ വീണ്ടും അയാൾ കുറച്ചു കാലം മെസ്സേജ് അയക്കാതിരിക്കും. അനേകം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ മെസ്സേജ് ആരംഭിച്ചു. കാരണം ഒരു പുരുഷന്റെ ഉള്ളിൽ മോഹമുണ്ടായാൽ അയാൾ അത് നിർവഹിച്ചേ അടങ്ങും. ഇതറിയുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഏതെങ്കിലും ഒരു പുരുഷനുമായി എന്തെങ്കിലും നിലക്കുള്ളൊരു ബന്ധത്തിന് നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, അത് പത്രക്കാരനാവാം, വീട്ടിൽ മത്സ്യം കൊണ്ടുവരുന്നവനാവാം, നിങ്ങളുടെ കുടുംബ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോയിലെ ഡ്രൈവറാവാം, നിങ്ങളുടെ ഇളയച്ചനാകാം, മൂത്തച്ഛനാകാം, അളിയനാവാം, ആരുമാവട്ടെ, നിങ്ങളൊരു ബന്ധത്തിന് അവസരമുണ്ടാക്കി കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് അയാൾ മോഹിച്ചു പോയാൽ, നിങ്ങളെ കൊന്നിട്ടെങ്കിലും അയാളുടെ ലക്ഷ്യം നിർവഹിച്ചു പോകുമെന്നാണ് ചുറ്റുപാടുകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ജീവിക്കണം.